ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. എൻ്റെ യാത്ര ഇന്ന് പെരിങ്ങത്തൂർ ജുമാഅത്ത് മസ്ജിദിലേക്കാണ്. പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ കാലത്തുള്ള ഒരു മസ്ജിദും അതുപോലെ തന്നെ അവിടെ അതിനോട് ചേർന്നിട്ടൊരു മക്ബറയും കൂടിയുണ്ട്. ഞാൻ നിങ്ങളെ അതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. 2-3 മിനിറ്റ് മാത്രമേ വീഡിയോ ലെങ്ത്തുള്ളൂ. അങ്ങനെ ഞാൻ യാത്ര പുറപ്പെട്ടു. തലശ്ശേരിയിൽ നിന്നും പെരിങ്ങത്തൂരേക്ക് 20 രൂപയാണ് ബസ് ചാർജ് വരുന്നത്. ഇതാണ് പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ്. ഒരു പഴയ കാലത്തുള്ളൊരു പള്ളിയാണിത്. വർഷങ്ങൾക്ക് പഴക്കമുണ്ട്. ഇതിപ്പോൾ മുൻവർഷത്തേക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഉള്ളിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ട് കാണുന്നില്ല. ഇതും ആ പഴയ പ്രൗഢിയിൽ തന്നെ പള്ളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൂടുതലായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. AC വെച്ചിട്ട് കാണുന്നുണ്ട്. വേറെ കൂടുതൽ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഈ പഴയ പള്ളീൻ്റെ ഉള്ളിൽ കയറുമ്പോൾ മനസ്സിന് വേറെ തന്നെ ഒരു സമാധാനമാണ്. അതെന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പഴയ ചിലവർക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഇവിടുത്തെ കുളമാണ്. ഇവിടെ ഒരു കുളം, പള്ളിയോട് ചേർന്നിട്ട് ഒരു കുളമുണ്ട്. അത് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തി തരാം, കാണിച്ചു തരാം. ഇതാണ് ആ പറയപ്പെടുന്ന കുളം. പഴയ പള്ളിയും അതിനോട് ചേർന്നിട്ടൊരു കുളവും വല്ലാതൊരു ഫീല് തന്നെ. കണ്ടില്ലേ, കുളത്തിൻ്റെ ചുറ്റുപാട് വൃക്ഷങ്ങളൊക്കെ നട്ട് വളർത്തി നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അത് തന്നെ ഇരിക്കാനുള്ള സൗകര്യം കൂടി ആക്കിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളൊക്കെ വന്ന് ഇരിക്കാനും നല്ലൊരു സ്ഥലം തന്നെയാണ്. കുളം ഇപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ കുളത്തിൻ്റെ പരിസരത്തും എല്ലാം നല്ലൊരു വൃത്തി തന്നെ ആക്കി ടൈലൊക്കെ ഇട്ട് നല്ലൊരു മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറൊരു ചരിത്രപ്രധാനമായ ഒരു മക്ബറയും കൂടിയുണ്ട്. പിന്നെ അതിൻ്റെ കൂടുതലായിട്ടുള്ള ചരിത്രങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. ചെറിയൊരു വീഡിയോയിൽ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു. ആ മക്ബറയും കൂടി കണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാം. പെരിങ്ങത്തൂർ ഇവിടെ വന്നവർക്ക് അറിയാമായിരിക്കും. ഇതാണ് ഇവിടുത്തെ മക്ബറ. ഒരു ചരിത്ര പ്രധാനമായ ഒരു